അണ്ടലൂർ കാവില് ഇന്നലെ മുതൽ തെയ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്യാഴാഴ്ച വരെയാണ് ഈ തെയ്യങ്ങൾ ഉണ്ടാവുക. രാവിലെ അറൗണ്ട് 8 മണിയോടെ വന്നു കഴിഞ്ഞാൽ സീതയും മക്കളും തെയ്യം കാണാം. ഇതിനുശേഷം തൂവക്കാളി, മലക്കാരി, പൊന്മകൻ, വേട്ടക്കൊരു മകൻ, നാഗഭഗവതി, വപ്പുരാൻ എന്നീ തെയ്യങ്ങളും കാണാം. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ അടുപ്പിച്ച് ബാലി സുഗ്രീവ യുദ്ധം കാണാൻ വേണ്ടി കാവിൽ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടും. കളത്തിന്റെ നടുവിൽ ആൽമരത്തിനടുത്തായി സ്ഥാനം പിടിച്ചാൽ ഇവയെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. പ്രധാന തെയ്യങ്ങളായ ദൈവത്താർ, അങ്കക്കാരൻ, ബപ്പുരാൻ എന്നീ തെയ്യങ്ങൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഇറങ്ങുക. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണ് മെയ്യാൽ. മെയ്യാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രമുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ അതിനു മുമ്പ് തന്നെ നല്ലൊരു സ്ഥലം നോക്കി സ്ഥാനം പിടിക്കാൻ നോക്കുക. ശ്രീരാമന്റെ കിരീടാരോഹണം ഒക്കെയാണ് ഈ സമയത്ത് നടക്കുക. ഇത് കഴിഞ്ഞ് കുറച്ചേറെ റെസ്റ്റ് ഒക്കെ എടുത്ത് പന്തം വരുന്നത് കാണാൻ പോകാം. 4 ദിവസവും ഓരോ ദേശക്കാരാണ് പന്തം കൊണ്ടുപോവുക. ഈ പന്തങ്ങളുമായി താഴേക്കാവിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ വളരെ അടിപൊളിയാട്ടോ. ശേഷം താഴേക്കാവിൽ ഏകദേശം പുലർച്ചെ 2 മണിയോടെ ദൈവത്താർ, അങ്കക്കാരൻ, ബപ്പുരാൻ എന്നിവരുടെ ആട്ടം നടക്കും. ഇതിനുശേഷം നടക്കുന്ന ഗംഭീരമായ വെടിക്കെട്ടും തടവിളിച്ചു വാച്ചിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫുൾ ഡേ മൊത്തം അണ്ടലൂർ കാവിൽ സ്പെൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം.